ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹരിയാലി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഹരിയാലി ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഗ്രീൻ കളർ മസാലയാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ നല്ല പച്ച കളറുള്ള ചുരിദാറും അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല പച്ച കളറിൽ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിൽ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയിലയും പുതിനയിലും അതുപോലെ പച്ചമുളകൊക്കെ അരച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അവർ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നത് സ്പിനാച്ച് അരച്ചിട്ട് ചേർക്കും, അതായത് ചീര. പക്ഷെ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് ഇനി ചീരയുടെ ടേസ്റ്റൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചേർക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എനിക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സായി. അതുപോലെ പ്ലേ ബട്ടണും കിട്ടിയിട്ടോ, സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പറയാൻ. അപ്പോൾ എല്ലാവരും തുടർന്ന് ചാനലൊക്കെ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് റൈസോ അതേപോലെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഹരിയാലി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഹരിയാലി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പേസ്റ്റ് റെഡിയാക്കണം. അപ്പം ഞാനിവിടെ 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണ് 8 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എരിവ് നല്ലോണം ഉള്ളതൊക്കെ ആണെങ്കിൽ 4 എണ്ണം ഒക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി, പിന്നെ വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതൽ വേണം, 1 കപ്പ് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് പുതിനയില. അപ്പം നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കുമ്പോൾ നല്ല ഗ്രീൻ കളറിലുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ചിക്കനിലോട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ചേർക്കാം. അപ്പം നല്ലൊരു ഗ്രീൻ കളർ കിട്ടും നമ്മുടെ മസാലക്ക്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കണം കേട്ടോ. അപ്പം നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അളവ് കുറക്കാം. നമുക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല ഇതിലോട്ട്. അപ്പം പുളിക്ക് വേണ്ടിയിട്ട് തൈര് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റും ആവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർത്തിട്ടില്ല, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടിക്കൊക്കെ പകരമായിട്ട് നമ്മൾ മല്ലിയില കുറച്ച് കൂടുതൽ അരച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ല ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലിയിലയും പുതിനയിലേക്ക് അരക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പാലക്ചീര കൂടി അരച്ച് ചേർത്താൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മളിത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ബസ്മതി റൈസ് ആണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഗ്രീൻ മസാല കൊടുക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റ് ബസ്മതി റൈസ് തന്നെ എടുക്കാൻ നോക്കുക, ബ്രൗൺ കളർ എടുക്കരുത്. വൈറ്റ് ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇത് 20 മിനിറ്റ് നേരത്തേക്ക് കുതിർത്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ 20 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ റൈസ് കുതിർന്ന സമയം കൊണ്ട് നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സവാള വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിൽ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഹരിയാലി ബിരിയാണിയുടെ ഒരു പ്രത്യേകത, നമ്മളിതിൽ സവാള വറുത്തിട്ടാണ് ചേർക്കുന്നത്, അല്ലാതെ നമ്മൾ സവാള വഴറ്റിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇത് വറുത്തെടുക്കണം. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇതിൽ പകുതി നമ്മൾ ദം ചെയ്യുമ്പോഴും ചേർക്കും, പകുതി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴും ചേർക്കണം കേട്ടോ. അപ്പൊ ഇത് മാറ്റി വെക്കാം. ബിരിയാണി റൈസ് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ സജീരകം ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നമ്മൾ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ കൂടുതൽ ഉപ്പ് ചേർക്കണം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ റൈസ് നല്ല സോഫ്റ്റ് ആവും, അതുപോലെ ഒട്ടിപ്പിടിക്കുമല്ല കേട്ടോ. അപ്പോൾ സവാള വറുത്ത എണ്ണ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളക്കണം. അതിനുശേഷം വേണം നമ്മൾ 20 മിനിറ്റ് കുതിർത്ത റൈസ് ഇതിലോട്ട് ചേർക്കാൻ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് ഇതിലോട്ട് ചേർക്കാം.
എന്നിട്ട് 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഫുള്ള് വേവാവുന്നത് വരെ വേവിച്ചെടുക്കണ്ട, കാരണം നമ്മൾ ഈ റൈസ് ചിക്കനിൽ ഇട്ടിട്ടാണ് ഇനി വേവിച്ചെടുക്കുക. അപ്പോൾ 1/4 വേവാവുന്നത് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. റൈസ് വേവിക്കുന്നതിലേക്ക് സ്പൈസസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെറും സജീരകം മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതുകൊണ്ട് തന്നെ റൈസ് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ 1/4 ഭാഗം വേവാകുമ്പോൾ റൈസ് ഊറ്റിയെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ദം ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് 2 കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം, 3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ 2 ബേ ലീവ്സ് എന്നിവ ഇട്ട് കൊടുക്കാം. ബേ ലീവ്സ് എന്ന് പറഞ്ഞാൽ വഴനയില കേട്ടോ, കറുവപ്പട്ടൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സവാള വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഈ എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയമൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണ്ട കേട്ടോ. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് എണ്ണയും സ്പൈസസും ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മാത്രം ഈ പാനിലോട്ട് ചേർക്കാം. ചിക്കൻ മാത്രം പാനിലോട്ട് വെച്ചാൽ മതി കേട്ടോ, മസാല ഇപ്പം ചേർക്കണ്ട. അപ്പോൾ പാനിലോട്ട് പരത്തിയിട്ട് ചിക്കൻ പീസസ് വെച്ചുകൊടുക്കാം. 1 മണിക്കൂറൊക്കെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഉപ്പും പുളിയും മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ടാവും. നല്ല ഗ്രീൻ കളറിലാണ് നമ്മുടെ ചിക്കനൊക്കെ ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രീൻ കളർ മസാല തന്നെയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ആദ്യം വേവിക്കുന്നില്ല, റൈസും ചിക്കനും കൂടി ഒന്നിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മസാലയിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് അരച്ചെടുത്തതാണിത്, ഇത് ചേർക്കാം. അപ്പോൾ ഹരിയാലി ബിരിയാണിയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 1 നാരങ്ങയുടെ നീരാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കൂടുതൽ തേങ്ങയൊന്നും ചേർക്കണ്ട കേട്ടോ, 1/2 കപ്പ് തേങ്ങ അരച്ചിട്ട് ചേർത്താൽ മതി. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ച് ചേർക്കണം. അപ്പോൾ ഇനി ഈ പേസ്റ്റ് നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്തിട്ടാണ് ഇനി നമ്മളത് വേവിച്ചെടുക്കുന്നത്. ചിക്കൻ നേരത്തെ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി ചേർക്കാം. നമ്മൾ ഇതിലോട്ട് തക്കാളിയോ സവാളയോ ഒന്നും വഴറ്റിയിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഈ വറുത്ത സവാള മാത്രമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. റൈസ് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 75% മാത്രം വേവിച്ചെടുത്താൽ മതി. ഒരു 1/4 ഭാഗത്തോളം ബാക്കി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടാണ് ഇനി ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൈസ് ബാക്കിയുള്ളത് വെന്ത് വന്നോളും. അപ്പോൾ റൈസ് ഊറ്റിയിട്ട് ഈ ചിക്കനിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റ് ചോറ് വേവിച്ചത് ചേർത്തിക്കുകയാണ്. ഇത്രയും സമയമായിട്ടും നമ്മൾ മസാലയിലോട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ റൈസ് ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചോറിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിന്റെ മുകളിലോട്ട് വിതറിയിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റൈസും കൂടി ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ റൈസിന്റെ മുകളിലോട്ട് നമ്മൾ റൈസ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. വേവിക്കാത്ത ചിക്കനാണ് ഇപ്പോൾ നമ്മൾ ഈ റൈസിന്റെ അടിയിലോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ദം ചെയ്യുമ്പോൾ ചിക്കൻ വേവും വേണം, അടി പിടിക്കുകയും ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ചും കൂടി വറുത്ത സവാള ചേർക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും, പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ചേർക്കുക. ഞാൻ നെയ്യ് ഉരുക്കിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പോളം നെയ്യ് നമ്മൾ ഇതിലോട്ട് ചേർക്കണം. ഒരു പിഞ്ച് സഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്യുന്നത്. നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ ആവി പുറത്ത് പോവരുത്, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈദ വെച്ചിട്ട് അരികുവശം കവർ ചെയ്താലും മതി, സിൽവർ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ.
അപ്പോൾ ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ആവി പുറത്ത് പോവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റും വേവിക്കുക. അപ്പോൾ ഈ കറക്റ്റ് ടൈം കീപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മിനിറ്റും. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി നല്ല ദമ്മായിട്ടുണ്ടാവും. ചിക്കനൊക്കെ നന്നായി വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഈ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇതിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് റൈസ് ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ റൈസും ചിക്കനും കൂടി മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൈസ് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് റൈസ് ഇരിക്കുന്നത്, വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റൈസ് 1/4 ഭാഗത്തോളം വേവിച്ച് ഊറ്റിയിട്ട് മാത്രമേ നമ്മൾ ഈ ചിക്കനിലോട്ട് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ട നല്ല ഗ്രീൻ കളറിലാണ് നമ്മുടെ മസാല ഇരിക്കുന്നത്. അപ്പോൾ ഇതന്നെയാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ റൈസ് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ എരിവൊന്നും പറ്റാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കുറച്ച് റൈസ് മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചിക്കനും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനും റൈസും ഇങ്ങനെ വേറെ സെപ്പറേറ്റ് പാത്രത്തിലോട്ട് മാറ്റണം എന്നില്ല, അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ, അതിൻ്റെ അടിയിൽ കിടന്ന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റിയെന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രീൻ കളറിലുള്ള നമ്മുടെ ഹരിയാലി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഒത്തിരി ടൈമൊന്നും വേണ്ട. ഗ്രീൻ മസാല ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, പിന്നെ ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്